ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയമുള്ള ഖുർആൻ പഠിതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പരിശുദ്ധ ഖുർആനിലെ 36-ാം അധ്യായം സൂറത്ത് യാസീൻ ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സൂറത്തിലെ 70 ആയത്തുകളാണ് ഇതിനകം നമ്മൾ മനസ്സിലാക്കിയത്. ഇന്ന് ഇൻഷാ അല്ലാഹ് 71 മുതൽ 73 വരെയുള്ള ആയത്തുകൾ നമുക്ക് നോക്കാം. അഊസു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. അവലം യറൗ അന്നാ ഖലഖ്നാ ലഹും മിമ്മാ അമിലത് ഐദീനാ അൻആമൻ ഫഹും ലഹാ മാലികൂൻ വദല്ലൽനാഹാ ലഹും ഫമിൻഹാ റകൂബുഹും വമിൻഹാ യഅകുലൂൻ വലഹും ഫീഹാ മനാഫിഉ വമശാരിബു അഫലാ യശ്കുറൂൻ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കി, അള്ളാഹു പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറയുകയാണ്, ഞാൻ അദ്ദേഹത്തിന് കവിത പഠിപ്പിച്ചിട്ടില്ല, മാത്രവുമല്ല അത് അദ്ദേഹത്തിന് യോജിക്കുന്നതുമല്ല. ഈ ഒരു പരിശുദ്ധ ഖുർആൻ അത് ഒരു ഉത്ബോധനവും വ്യക്തമായി പാരായണം ചെയ്യപ്പെടാനുള്ളതുമാകുന്നു. ഇത് ജീവിച്ചിരിക്കുന്ന ആളുകൾക്കുള്ള ഉത്ബോധനമാണ്, അവിശ്വാസികൾക്കുള്ള ശിക്ഷയുടെ വാക്ക് സ്ഥിരപ്പെടുവാനും. ശേഷം അള്ളാഹു പറയുന്നു, അവലം യറൗ അന്നാ ഖലഖ്നാ ലഹും മിമ്മാ അമിലത് ഐദീനാ അൻആമൻ ഫഹും ലഹാ മാലികൂൻ. അവലം യറൗ, റഅ എന്ന് പറഞ്ഞാൽ കണ്ടു, യറ എന്ന് പറഞ്ഞാൽ കാണുന്നു. റഅ എന്നുള്ളത് മാദിയായ രൂപമാണ്, പാസ്റ്റ് ടെൻസ് ആണ്, ഭൂതകാല ക്രിയയാണ്. യറ എന്ന് പറയുമ്പോൾ അത് മുളാരിയാണ്, അതായത് ഇപ്പോൾ നടക്കുന്നത് അല്ലെങ്കിൽ വരാൻ പോകുന്നത്. കാണും അല്ലെങ്കിൽ കാണുന്നു എന്ന രണ്ട് അർത്ഥങ്ങൾ അതിനുണ്ട്. കുറേ പേര് കാണുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ട് യറൗന, അവർ കാണുന്നു. അതിൻ്റെ മുമ്പിൽ ലം വരുമ്പോൾ ലം യറൗന എന്നല്ല, ലം യറൗ എന്നാവും. അപ്പോൾ അർത്ഥം അവർ കണ്ടില്ല എന്നാണ്. അവർ കാണുന്നു, അവർ കാണും എന്നുള്ളത് അവർ കണ്ടില്ല എന്നായി മാറും, ലം യറൗ. അതിൻ്റെ മുമ്പിൽ ഒരു വാവുണ്ട്, അതവിടെ നിൽക്കട്ടെ. അതിൻ്റെയും മുമ്പിലൊരു ഹംസയുണ്ട്, ചോദ്യത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ ലം യറൗ, അവർ കണ്ടില്ല എന്നുള്ളതിന് മുമ്പിൽ ആ ഹംസ വരുമ്പോൾ അവർ കണ്ടില്ലേ എന്നൊരു ചോദ്യമായിട്ടത് മാറും. അതിൻ്റെ ഇടയിലാണ്, ആ ഹംസ കഴിഞ്ഞിട്ട് ലമ്മിൻ്റെയും കൂടെ ഇടയിലാണ് വാവുള്ളത്. അത് ഇസ്തിനാഫിയുടെ വാവാണ്, പ്രത്യേകിച്ച് അർത്ഥം കൊടുക്കണ്ട. കാരണം തൊട്ട് മുമ്പ് വരെ ഒരു കാര്യം പറഞ്ഞിട്ട് ഇനി ഇവിടെ മുതലൊരു പുതിയ കാര്യം പറയാണ്. അപ്പോൾ ഒരേ വിഷയം തന്നെയാണ് പറഞ്ഞു പോരുന്നത്, ആ കൂട്ടത്തിൽ പല പല കാര്യങ്ങൾ പറയുന്നു. തൊട്ട് മുമ്പ് വരെ ഒരു കാര്യം പറഞ്ഞു, ഇപ്പോൾ ഒരു പുതിയ കാര്യം പറയാൻ തുടങ്ങുകയാണ്. അങ്ങനെ ഒരു പുതിയ കാര്യം പറയാൻ തുടങ്ങുന്നതിന് മുമ്പുള്ള ഒരു വാവിനെയാണ് ഇസ്തിനാഫിയുടെ വാവെന്ന് പറയാം. അതിന് പ്രത്യേകിച്ച് അർത്ഥം കൊടുക്കേണ്ടതില്ല. അപ്പോൾ അവലം യറൗ, അർത്ഥം അവർ കണ്ടില്ലേ അല്ലെങ്കിൽ അവർക്ക് കണ്ടുകൂടെ. അന്ന ഖലഖ്ന, അന്ന എന്ന് പറഞ്ഞാൽ നിശ്ചയമായും നാം. ഖലഖ്ന, ഖലഖ സൃഷ്ടിച്ചു, ഖലഖ്ന നാം സൃഷ്ടിച്ചു. അവസാനത്തിൽ നാ എന്ന് ചേരുമ്പോൾ നാം. ഖലഖ്ന നാം സൃഷ്ടിച്ചു. ലഹും, അത് ശരിക്ക് ഹും എന്നുള്ളതിന് മുമ്പിൽ ലീ എന്ന് ചേർന്നതാണ്. അപ്പോൾ ലീ ഹും എന്നല്ല പറയാം, ലഹും എന്നാ പറയാം. അവർക്ക് വേണ്ടി അല്ലെങ്കിൽ അവർക്കായി, അവർക്ക്. മിമ്മ അമിലത്, അമില പ്രവർത്തിച്ചു. അത് സ്ത്രീലിംഗാക്കാൻ വേണ്ടിയിട്ടാണ് അവസാനത്തിലൊരു താഴ് ചേർത്തത്, അമിലത് എന്നായത്. പ്രവർത്തിച്ചു എന്ന് തന്നെയാണ് അർത്ഥം കിട്ടുക, സ്ത്രീലിംഗ രൂപത്തിലാണത്. അതിനു മുമ്പിൽ മിൻ മാ എന്നുണ്ട്. ഈ മിൻ മാ എന്നിനെ ചേർത്താണ് മിമ്മ എന്നാക്കിയത്. അപ്പോൾ മാ അമിലത്ത് പ്രവർത്തിച്ചത്, അതിനു മുമ്പിലുള്ള മിന്നും കൂടെ ചേർത്ത് പറയുമ്പോൾ മിൻ മാ അമിലത്ത് പ്രവർത്തിച്ചതിൽ നിന്ന്, പ്രവർത്തിച്ചുണ്ടാക്കിയവയിൽ നിന്ന്. ഐദീന, ഐദ് കൈകൾ, യദുൻ എന്നുള്ളതിൻ്റെ ബഹുവചനമാണ് ഐദ്. യദുൻ കൈ, ഐദിൻ കൈകൾ. ഐദീന നമ്മുടെ കൈകൾ. അപ്പോൾ മിമ്മ അമിലത് ഐദീന നമ്മുടെ കൈകൾ പ്രവർത്തിച്ചുണ്ടാക്കിയവയിൽ നിന്ന്. എന്തിനെ? അൻആമൻ, നഅമുൻ എന്നുള്ളതിൻ്റെ ബഹുവചനമാണ് അൻആം. അൻആം എന്ന് പറഞ്ഞാൽ കന്നുകാലികൾ, ആട് മാട് ഒട്ടകം എന്നൊക്കെ പറയില്ലേ. ഫഹും, ഫ അങ്ങനെ അല്ലെങ്കിൽ അപ്പോൾ, എന്നിട്ട്, ഹും അവർ, ലഹ അവക്ക് അല്ലെങ്കിൽ അവയെ, മാലിക്കൂൻ, മാലിക്കൂൻ എന്ന് പറഞ്ഞാൽ മാലിക് എന്നുള്ളതിൻ്റെ ബഹുവചനമാണ് മാലിക്കൂൻ, ഉടമസ്ഥർ അല്ലെങ്കിൽ അധീനപ്പെടുത്തുന്നവർ. ഒന്നിച്ചായത്തിൻ്റെ അർത്ഥം
അവലം യറൗ അന്നാ ഖലഖ്നാ ലഹും മിമ്മ അമിലത് ഐദീന അൻആമൻ ഫഹും ലഹ മാലിക്കൂൻ. അവർക്ക് വേണ്ടി നമ്മുടെ കൈകൾ കന്നുകാലികളെ സൃഷ്ടിച്ചുണ്ടാക്കിയത് അവർ കണ്ടില്ലേ? എന്നിട്ടവർ അവയുടെ ഉടമസ്ഥന്മാരാണ്, അല്ലെങ്കിൽ എന്നിട്ടവർ അവയെ അധീനപ്പെടുത്തുന്നു. അടുത്തായത് വദല്ലൽനാഹ ലഹും ഫമിൻഹ റകൂബുഹും വമിൻഹ യഅ്കുലൂൻ. വദല്ലൽനാഹ, ദല്ലല എന്ന് പറഞ്ഞാൽ കീഴ്പ്പെടുത്തി അല്ലെങ്കിൽ വിധേയമാക്കി. ദല്ലൽനാ, നാം കീഴ്പ്പെടുത്തി, നാം കീഴ്പ്പെടുത്തി കൊടുത്തു. ഹാ, അതിനെ, അവയെ. വദല്ലൽനാഹ, നാം അവയെ കീഴ്പ്പെടുത്തി കൊടുക്കുകയും ചെയ്തു. തുടക്കത്തിലുള്ള വാവ് അത്തിഫിൻ്റെ വാവാണ്, എന്നർത്ഥത്തിൽ. തൊട്ട് മുമ്പത്തെ ആയത്തിലേക്ക് ചേർത്തുകൊണ്ട് ഇതും കൂടെ പറയാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവയെ നാം കീഴ്പ്പെടുത്തി കൊടുക്കുകയും ചെയ്തു, അല്ലെങ്കിൽ വിധേയമാക്കി കൊടുക്കുകയും ചെയ്തു. ലഹും, അവർക്ക്. ഫ മിൻഹ, ഫ, അപ്പോൾ അങ്ങനെ. മിൻഹ, അതിൽ നിന്നുണ്ട്. മിൻ എന്ന് പറഞ്ഞാൽ ഇൽ നിന്ന്, ഹ അവ, അവയിൽ നിന്ന്. ഫ മിൻഹ, എന്നിട്ട് അവയിൽ നിന്ന്, അങ്ങനെ അവയിൽ നിന്ന്. റകൂബുഹും, എന്താണ് അവർക്കുള്ളത്? റകൂബുഹും, വാഹനം. റക്കൂബ് എന്ന് പറഞ്ഞാൽ വാഹനം. ഹും, അവർക്ക്, അവർക്കുള്ള വാഹനമുണ്ട്. വ മിൻഹ, വാവ് അത്തഫിൻ്റെ വാവാണ്, എന്നർത്ഥത്തിൽ. മിൻഹ, അതിൽ നിന്ന്. അപ്പോൾ വ മിൻഹ, അതിൽ നിന്ന് തന്നെ. യഅ്കുലൂൻ, അക്കല, തിന്നു, ഭക്ഷിച്ചു. യഅ്കുലു, തിന്നുന്നു അല്ലെങ്കിൽ തിന്നും. ഭക്ഷിക്കുന്നു അല്ലെങ്കിൽ ഭക്ഷിക്കും. യഅ്കുലൂൻ, അവർ ഭക്ഷിക്കുന്നു, അവർ ഭക്ഷിക്കും. വമിൻഹ യഅ്കുലൂൻ, അതിൽ നിന്ന് തന്നെ അവർ ഭക്ഷിക്കുകയും ചെയ്യുന്നു. ഒന്നിച്ചായത്തിൻ്റെ അർത്ഥം വദല്ലൽനാഹ ലഹും ഫമിൻഹ റകൂബുഹും വമിൻഹ യഅ്കുലൂൻ. അങ്ങനെ അവയെ നാം അവർക്ക് കീഴ്പ്പെടുത്തി കൊടുത്തു, അവയിൽ നിന്ന് അവർക്ക് വാഹനമുണ്ട്, അവയിൽ നിന്ന് തന്നെ അവർ ഭക്ഷിക്കുകയും ചെയ്യുന്നു. അടുത്തായത് വലഹും ഫിഹ മനാഫിഉ വ മശാരിബു അഫല യഷ്കുറൂൻ. വലഹും, വാവ് അത്തിഫിൻ്റെ വാവാണ്, തൊട്ട് മുമ്പത്തെ ആയത്തിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട്. എന്നർത്ഥത്തിൽ. ലഹും, അവർക്കുണ്ട്. ഫിഹ, അവയിൽ, അതിൽ. ഫി എന്ന് പറഞ്ഞാൽ ഇൽ, ഹ അത്. ഫിഹ, അതിൽ അല്ലെങ്കിൽ അവയിൽ, ആ മൃഗങ്ങളിൽ, ആ ജീവികളിൽ, ആ കന്നുകാലി വർഗ്ഗങ്ങളിൽ. മനാഫിഅ, മൻഫഅത്ത് എന്നുള്ളതിൻ്റെ ബഹുവചനമാണ് മനാഫിഅ. മൻഫഅത്ത് എന്ന് പറഞ്ഞാൽ ഉപകാരം, പ്രയോജനം, ഉപയോഗം. മനാഫിഅ, ഉപയോഗങ്ങൾ, പ്രയോജനങ്ങൾ, ഉപകാരങ്ങൾ. വ മശാരിബ്, മഷ്റബ് എന്നുള്ളതിൻ്റെ ബഹുവചനമാണ് മശാരിബ്. മഷ്റബ് എന്ന് പറഞ്ഞാൽ പാനീയം, മശാരിബ്, പാനീയങ്ങൾ, കുടിക്കാനുള്ള കാര്യങ്ങൾ, കുടിക്കാനുള്ളവ. വ മശാരിബു, വാവ് അത്തിഫിൻ്റെ വാവാണ്, പാനീയങ്ങളും അല്ലെങ്കിൽ കുടിക്കാനുള്ളവയും. അഫല യഷ്കുറൂൻ, ശക്കറ, നന്ദി കാണിച്ചു. യഷ്കുറു, നന്ദി കാണിക്കും, നന്ദി കാണിക്കുന്നു. യഷ്കുറൂൻ, അവർ നന്ദി കാണിക്കും, അവർ നന്ദി കാണിക്കുന്നു. അതിനു മുമ്പിൽ ലാ വരുമ്പോൾ ലാ യഷ്കുറൂൻ, അവർ നന്ദി കാണിക്കുന്നില്ല. അതിൻ്റെ മുമ്പിലൊരു ഫ ഉണ്ട്, അതവിടെ നിൽക്കട്ടെ. അതിൻ്റെയും മുമ്പിലൊരു ആ ഉണ്ട്, ചോദ്യത്തിന് വേണ്ടിയിട്ടാണ്. അ ലാ യഷ്കുറൂൻ. അപ്പോൾ ലാ യഷ്കുറൂൻ എന്ന് പറയുമ്പോൾ അവർ നന്ദി കാണിക്കുന്നില്ല എന്നല്ലേ. അതിൻ്റെ മുമ്പിൽ ആ എന്ന് ചേരുമ്പോൾ അതൊരു ചോദ്യമായിട്ട് മാറും. അവർ നന്ദി കാണിക്കുന്നില്ല എന്നുള്ളത് എങ്ങനെയാണ് ചോദ്യമാവുക? അവർ നന്ദി കാണിക്കുന്നില്ലേ. ആ ഹംസയുടെയും ലാമിൻ്റെയും ഇടയിലായിട്ട് ഫ എന്നുണ്ട്. അപ്പോൾ അല്ലെങ്കിൽ എന്നിട്ട്. അപ്പോൾ അഫല യഷ്കുറൂൻ, എന്നിട്ടവർ നന്ദി കാണിക്കുന്നില്ലേ, അല്ലെങ്കിൽ എന്നിട്ടവർ നന്ദി കാണിക്കേണ്ടവരല്ലേ, അല്ലെങ്കിൽ എന്നിട്ട് അവർക്ക് നന്ദി കാണിച്ചുകൂടെ. ഇനി നമുക്ക് വിശദീകരണത്തിലേക്ക് പോകാം. ഈ സൂറത്തിൽ തന്നെ മുമ്പ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അള്ളാഹു പല ദൃഷ്ടാന്തങ്ങളെയും എടുത്തു കാണിച്ചത്. ഭൂമി നിർജീവമായി കിടക്കുന്ന അവസ്ഥയിൽ നിന്ന് അതിൽ വിത്തുകളും മറ്റുമൊക്കെ മുളച്ചു പൊങ്ങുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു, മനസ്സിലാക്കി. അതുപോലെ തന്നെ ഇവിടെ മറ്റു ചില ദൃഷ്ടാന്തങ്ങളിലേക്ക് അള്ളാഹു ശ്രദ്ധയെ കൊണ്ടുപോവാണ്. അവലം യറൗ, അവർ കണ്ടില്ലേ എന്നാണ് അവിടെ. അത് ശരിക്ക് നമ്മുടെ കണ്ണുകൊണ്ടുള്ള കാഴ്ചയല്ല ഉദ്ദേശിക്കുന്നത്. അവർ മനസ്സിലാക്കുന്നില്ലേ, അവർ ചിന്തിക്കുന്നില്ലേ, അല്ലെങ്കിൽ അവർ കണ്ടറിയുന്നില്ലേ, ആ രൂപത്തിലാണ്. അവർക്ക് മനസ്സിലാക്കിക്കൂടെ. അന്നാ ഖലഖ്നാ ലഹും മിമ്മ അമിലത് ഐദീന അൻആമൻ, നമ്മുടെ കൈകൾ പ്രവർത്തിച്ചതിൽ നിന്ന് അവർക്ക് നാം കന്നുകാലികളെ സൃഷ്ടിച്ചുണ്ടാക്കി എന്നുള്ള കാര്യം. അപ്പോൾ അവർക്ക് വേണ്ടി, മനുഷ്യർക്ക് വേണ്ടി നാം കന്നുകാലികളെ സൃഷ്ടിച്ചുണ്ടാക്കി എന്നുള്ള കാര്യം, നമ്മുടെ കൈകൾ കൊണ്ട് സൃഷ്ടിച്ചുണ്ടാക്കി എന്നുള്ള കാര്യം
അവർക്ക് ചിന്തിച്ചുകൂടെ, അവർക്ക് മനസ്സിലാക്കിക്കൂടെ? അല്ലെങ്കിൽ അവർ കാണുന്നില്ലേ, അവർ കണ്ടിട്ടില്ലേ? അപ്പോൾ അള്ളാഹുവാണ് അവയെ സൃഷ്ടിച്ചത്. നോക്കൂ നിങ്ങൾ, ഇവിടെ അമിലത്ത് ഐദീന, നമ്മുടെ കൈകൾ പ്രവർത്തിച്ചതിൽ നിന്ന് പറഞ്ഞു. അതിൻ്റെ ഉദ്ദേശം അള്ളാഹുവിൻ്റെ കൈകൾ പ്രവർത്തിച്ചതിൽ നിന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ നമ്മളുടെയൊക്കെ കൈകൾ പോലെയുള്ള കൈകൾ എന്നുള്ള രൂപത്തിലല്ല അവിടെ അർത്ഥം കൊടുക്കേണ്ടത്. അള്ളാഹുവിൻ്റെ കഴിവ് കൊണ്ട് അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ ശക്തി കൊണ്ട് അള്ളാഹുവാണ് ആ കന്നുകാലി വർഗ്ഗങ്ങളെ സൃഷ്ടിച്ചത്. അപ്പോൾ അള്ളാഹുവാണ് സൃഷ്ടിച്ചത്, മറ്റാരുമല്ല സൃഷ്ടിച്ചത് എന്നുള്ളത് ഊന്നി പറയാൻ കൂടി വേണ്ടിയിട്ടാണ് നമ്മുടെ കൈകൾ കൊണ്ട് നാം നിങ്ങൾക്ക് കന്നുകാലി വർഗ്ഗങ്ങളെ സൃഷ്ടിച്ച് നൽകിയില്ലേ എന്ന് ചോദിക്കുന്നത്. അപ്പോൾ മനുഷ്യർക്ക് വേണ്ടിയിട്ടാണ് കന്നുകാലി വർഗ്ഗങ്ങൾ, അള്ളാഹുവാണ് അവയെ സൃഷ്ടിച്ചത്. എന്നിട്ടോ ഫഹും ലഹ മാലിക്കൂൻ. എന്നിട്ട് ഇപ്പോൾ എന്താ സംഭവിച്ചത്? അള്ളാഹു അതൊക്കെ സൃഷ്ടിച്ച് നൽകി. ഇപ്പോൾ അവർ, അതായത് മനുഷ്യർ, അവരുടെ ഉടമസ്ഥന്മാരാണ്, ആ കന്നുകാലി വർഗ്ഗത്തിൻ്റെ ഉടമസ്ഥന്മാരാണ്. അതിന് രണ്ട് ഉദ്ദേശങ്ങളുണ്ട്. ഒന്ന്, പല കന്നുകാലി വർഗ്ഗങ്ങളെയും മനുഷ്യർ ഉപയോഗപ്പെടുത്തുന്നുണ്ട്, അവരുടെ ഉടമസ്ഥന്മാരാണ്. ഓരോ ആളുകൾക്കും കന്നുകാലി വർഗ്ഗങ്ങളുണ്ട്, അവർ വളർത്തുന്ന കന്നുകാലി വർഗ്ഗങ്ങൾ, ഒട്ടകങ്ങളൊക്കെ പല ആളുകളും വളർത്തുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഉടമസ്ഥന്മാരാണ് മനുഷ്യർ. അള്ളാഹുവാണ് അവയെ സൃഷ്ടിച്ചത്, അതല്ലാതെ ഇവരുണ്ടാക്കിയതല്ലല്ലോ. അപ്പോൾ അള്ളാഹു സൃഷ്ടിച്ചു കൊടുത്ത ആ കന്നുകാലി വർഗ്ഗത്തിൻ്റെ ഉടമസ്ഥന്മാർ ഇപ്പോൾ മനുഷ്യന്മാരാണ്. അതുകൊണ്ട് തന്നെ ആ മനുഷ്യന്മാർ അവരുടെ ഇഷ്ടപ്രകാരം ആ കന്നുകാലി വർഗ്ഗങ്ങളെ ഉപയോഗപ്പെടുത്തുന്നു. അത് നല്ല രൂപത്തിൽ ഉപയോഗപ്പെടുത്തുന്നവരുണ്ട്, അല്ലാത്ത രൂപത്തിലും ഉപയോഗപ്പെടുത്തുന്നവരുണ്ട്. നല്ല രൂപത്തിൽ എന്ന് പറഞ്ഞാൽ വാഹനമായിട്ടും അല്ലെങ്കിൽ ഭക്ഷണത്തിനും കൃഷിക്കും മറ്റ് പല കാര്യങ്ങൾക്കും വേണ്ടി അവയെ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. നല്ലതല്ലാത്ത കാര്യത്തിനെന്ന് പറഞ്ഞാൽ അവയെ ആരാധിക്കുന്നുണ്ട്, ചില ജീവികളെയൊക്കെ ആരാധിക്കുന്നുണ്ട്. അള്ളാഹുവാണ് ഇവയെ സൃഷ്ടിച്ച് നൽകിയത്. എന്നിട്ട് ആ സൃഷ്ടാവിനെ ആരാധിക്കുന്നതിന് പകരം അള്ളാഹുവിൻ്റെ സൃഷ്ടികളായ ഈ ജീവികളെ, ഇവയെ ആരാധിക്കുക എന്ന് പറയുമ്പോൾ അതെത്ര വലിയ ഒരു അബദ്ധമാണ്, എത്ര വലിയൊരു തെറ്റാണെന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ അങ്ങനെ ഈ ഒരു കന്നുകാലി വർഗ്ഗത്തിൻ്റെ ഉടമസ്ഥന്മാരാണ് ഇപ്പോൾ മനുഷ്യർ. മാത്രമല്ല പലരും ഇത്തരം കന്നുകാലികളെ അവരുടെ ആരാധ്യ വസ്തുക്കൾക്ക് വേണ്ടി ബലി നൽകുന്നുണ്ട്. അള്ളാഹു അല്ലാത്ത മറ്റ് ആരാധ്യർക്ക് വേണ്ടി ബലി നൽകാനും ഈ കന്നുകാലി വർഗ്ഗങ്ങളെ അവർ ഉപയോഗപ്പെടുത്തുന്നു. അപ്പോൾ മൊത്തത്തിൽ ഈ കന്നുകാലി വർഗ്ഗത്തിൻ്റെ ഉടമസ്ഥന്മാരായി അവർ മാറുന്നു. അടുത്ത ആയത്തിൽ വദല്ലൽനാഹ ലഹും ഫമിൻഹ റകൂബുഹും വമിൻഹ യകുലൂൻ. അവർക്ക് നാം അവയെ കീഴ്പ്പെടുത്തി കൊടുത്തു. അള്ളാഹു മനുഷ്യന് ഈ കന്നുകാലി വർഗ്ഗത്തെ കീഴ്പ്പെടുത്തി കൊടുത്തു. ആലോചിച്ച് നോക്കൂ, നമ്മൾ വളർത്തുന്ന മൃഗങ്ങളും മറ്റുമൊക്കെ അത് അള്ളാഹു നമുക്ക് അവയെ കീഴ്പ്പെടുത്തി തന്നു, മെരുക്കി തന്നു, ഇണക്കി തന്നു. പിന്നെ അവയെ സൃഷ്ടിച്ചതന്നെ നോക്കുക. ഇപ്പോൾ അള്ളാഹു സിംഹത്തെ സൃഷ്ടിച്ചത്, സിംഹത്തെയും പുലിയൊക്കെ സൃഷ്ടിച്ചത് അവയ്ക്ക് നാട്ടിൽ നമ്മൾ താമസിക്കുന്ന നാട്ടും പ്രദേശത്ത് ജീവിക്കുന്ന രൂപത്തിലാണെങ്കിൽ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ? അത്തരം മൃഗങ്ങളെ കാട്ടിലാണ് അള്ളാഹു സൃഷ്ടിച്ചത്. ആടുകളെയും കന്നുകാലി വർഗ്ഗങ്ങളെയും ഒക്കെ വളരെയധികം നമുക്ക് ഇണക്കാൻ പറ്റുന്ന രൂപത്തിൽ അവയെ നാട്ടിലുള്ള ഒരു മൃഗങ്ങളാക്കിയിട്ട് അവയെയും സൃഷ്ടിച്ചു. ഫമിൻഹ റകൂബുഹും, അവയിൽ അവർക്ക് വാഹനമുണ്ട്, മനുഷ്യർക്കുള്ള വാഹനമുണ്ട് അവയിൽ. ഒട്ടകത്തെയും അതുപോലെ തന്നെ കുതിരയെയുമൊക്കെ വാഹനമായിട്ട് ഉപയോഗിക്കുന്നുണ്ടല്ലോ. ഈ മോട്ടോറൊക്കെ വരുന്നതിന് മുമ്പ്, മോട്ടോർ വാഹനങ്ങളൊക്കെ വരുന്നതിന് മുമ്പ് ഇവയായിരുന്നല്ലോ കാര്യമായിട്ടുള്ള വാഹനങ്ങളൊക്കെ, യാത്ര ചെയ്യാനും മറ്റുമൊക്കെ. ആ വാഹനങ്ങളായിട്ട് ഉപയോഗിക്കുകയാണെങ്കിലും അല്ലാത്ത രൂപത്തിൽ ഉപയോഗിക്കുകയാണെങ്കിലും ഓരോ ജീവിയും ഏത് പ്രദേശത്താണോ ജീവിക്കുന്നത് അതിന് അവിടെ നിലനിൽക്കാൻ പറ്റുന്ന രൂപത്തിലാണ് അള്ളാഹു അവയെ സംവിധാനിച്ചത്. ഒട്ടകത്തിൻ്റെയൊക്കെ സൃഷ്ടിപ്പ് നമ്മൾ ചെറിയ സൂറത്തിൽ കൃത്യമായിട്ട് മനസ്സിലാക്കിയതാണ്. അത്ഭുതകരമായ സൃഷ്ടിപ്പാണ് ഒട്ടകത്തിൻ്റെയൊക്കെ സൃഷ്ടിപ്പ്. ഏത് ജീവി എടുത്താലും അങ്ങനെ തന്നെയാണ്. ആ ജീവികൾക്ക് അള്ളാഹു നൽകിയ പ്രത്യേകമായ ചില സംവിധാനങ്ങൾ അത് നമ്മളെപ്പോലും അത്ഭുതപ്പെടുത്തും. കണ്ണടച്ചാൽ പോലും പുറത്തേക്ക് കാണുന്ന തരത്തിലുള്ള കണ്ണാണ് ഒട്ടകത്തിന് കൊടുത്തുള്ളത്. കാരണം ഈ ഒരു മണലിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ മണൽക്കാറ്റടിക്കുമ്പോൾ കണ്ണിലേക്ക് മണൽക്കാറ്റ് തട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ മണൽക്കാറ്റിലും കണ്ണ് തുറക്കാൻ പറ്റുന്ന രൂപത്തിൽ. മുൾച്ചെടികളൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ചുണ്ടിനോ നാവിനോ ഒരു പരിക്കും പറ്റാത്ത രൂപത്തിലുള്ള കീറിയ ചുണ്ടുകളാണ് അവയ്ക്കുള്ളത്. അതുപോലെ തന്നെ വെള്ളം ശേഖരിക്കാനുള്ള കഴിവ്,
ഒറ്റ വലിക്ക് വെള്ളം കുടിക്കാനുള്ള കഴിവ്, അങ്ങനെ പല പല കഴിവുകളും ഒട്ടകത്തിനുണ്ട്. ഒട്ടകത്തിൻ്റെ കാലിൻ്റെ നീളം, അതിൻ്റെ തൊലി, ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെറിയ സൂറത്തിൽ മനസ്സിലാക്കിയതാണ്. അപ്പോൾ അള്ളാഹു ഓരോ ജീവിയെയും അത് എവിടെയാണോ വസിക്കുന്നത് അതിനനുകൂലമായ രൂപത്തിലുള്ള സൃഷ്ടിപ്പാണ് അതിന് നൽകിയത്. ഈ രൂപത്തിൽ നമ്മൾ ഓരോ ജീവിയെയും കുറിച്ച് പഠിക്കുകയാണെങ്കിൽ അതിലൂടെ അള്ളാഹുവിൻ്റെ അത്ഭുതകരമായ സൃഷ്ടിപ്പിൻ്റെ വൈഭവം കാണാൻ പറ്റും. വമിൻഹ യഅ്കുലൂൻ, ആ കന്നുകാലി വർഗത്തിൽ തന്നെ അവർക്ക് ഭക്ഷിക്കാനുമുണ്ട്. ഇന്ന് ലോകത്ത് എടുത്തു നോക്കുകയാണെങ്കിൽ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ പ്രധാനമായിട്ടും 2 തരം ഭക്ഷണങ്ങളാണ് പറയാറുള്ളത് അല്ലേ? വെജിറ്റേറിയനും നോൺ വെജിറ്റേറിയനും. അതായത് പച്ചക്കറി മാത്രം കഴിക്കുന്ന ആളുകളുണ്ട്, മാംസാഹാരം കഴിക്കുന്നവരുമുണ്ട്. അപ്പോൾ ഈ മാംസാഹാരം എന്നുള്ളത് മനുഷ്യൻ്റെ ആഹാരത്തിൻ്റെ കൂട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ലോകത്തുള്ള മുഴുവൻ ആളുകളെയും എടുത്തു നോക്കുകയാണെങ്കിൽ എത്രയോ ആളുകൾ മാംസാഹാരം കഴിക്കുന്നു. ഇപ്പോൾ കടലിൽ നിന്നൊക്കെ കിട്ടുന്ന മീൻ, മത്സ്യം, അത് എത്രയാണ് ഓരോ ദിവസവും ആളുകൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അതേപോലെ കോഴിയൊക്കെ എത്രയാണ് ഓരോ ദിവസവും കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ കന്നുകാലി വർഗ്ഗങ്ങളിൽ അള്ളാഹു സൃഷ്ടിച്ച ജീവികളിൽ യാത്രക്കുള്ളതുണ്ട്, അതുപോലെ തന്നെ അതിൽ നിന്ന് ഭക്ഷിക്കാനുള്ളവയും ഉണ്ട്. ഇതിനെയൊക്കെ അള്ളാഹു കീഴ്പ്പെടുത്തി കൊടുത്തു, അധീനപ്പെടുത്തി കൊടുത്തു, ഇണക്കിക്കൊടുത്തു. അപ്പോൾ മനുഷ്യന് ഈ മൃഗങ്ങളെ അള്ളാഹു കീഴ്പ്പെടുത്തി കൊടുത്തതാണ്, അല്ലെങ്കിൽ അവയെ ആ രൂപത്തിൽ ഉപയോഗിക്കാൻ കഴിയില്ല. പല മൃഗങ്ങളെയും മനുഷ്യർ വരച്ച വരയിൽ നിർത്തുന്നുണ്ട്, അവയെ അവരുടെ ആഗ്രഹത്തിനനുസരിച്ച് ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ഇപ്പോൾ ആനയൊക്കെ എത്ര വലിയ മൃഗമാണ്, പക്ഷേ ആ ആനയെപ്പോലും മനുഷ്യൻ അവൻ പറഞ്ഞ രൂപത്തിൽ കൊണ്ടു നടക്കുന്നുണ്ട്. സിംഹവും പുലിയുമൊക്കെ കാട്ടിൽ ജീവിക്കുന്ന ജീവികളായിട്ട് പോലും മനുഷ്യൻ അവയെ പല രൂപത്തിലും ഉപയോഗപ്പെടുത്തുന്നുണ്ട്, അവൻ പറഞ്ഞതനുസരിച്ച് അവയെ അനുസരിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഈ രൂപത്തിൽ പല കാര്യങ്ങളും സംഭവിക്കുമ്പോൾ നമ്മൾ പലപ്പോഴും പറയാം മനുഷ്യൻ്റെ കഴിവ് എന്നാണ്. ആനയൊക്കെ ഇങ്ങനെ മെരുക്കിയിട്ട് ആന പല കാര്യങ്ങളും ചെയ്യുമ്പോൾ മനുഷ്യൻ്റെ ഒരു കഴിവാണ് നമ്മൾ പലപ്പോഴും കാണാം. പക്ഷേ ആ ആനയിൽ അള്ളാഹു അങ്ങനെ ഒരു സിസ്റ്റം വെച്ചത് കൊണ്ടാണ് മനുഷ്യൻ അങ്ങനെ ഇണക്കാൻ പറ്റുന്നത്. മനുഷ്യന് ഒരിക്കലും ഇണക്കാൻ പറ്റാത്ത രൂപത്തിലാണ് അള്ളാഹു അവയെ സൃഷ്ടിച്ചതുണ്ടെങ്കിൽ മനുഷ്യനൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ ജന്തു വർഗ്ഗങ്ങളെയൊക്കെ, അല്ലെങ്കിൽ ഈ കന്നുകാലി വർഗ്ഗങ്ങളെയും മറ്റുമൊക്കെ അള്ളാഹു മനുഷ്യന് കീഴ്പ്പെടുത്തി കൊടുത്തു. അള്ളാഹു അങ്ങനെ കീഴ്പ്പെടുത്തി കൊടുത്തത് കൊണ്ടാണ് മനുഷ്യന് അവയുടെ മേൽ ആധിപത്യം എടുക്കാൻ കഴിയുന്നത്, അവയെ ആ തരത്തിൽ ഉപയോഗപ്പെടുത്താൻ കഴിയുന്നത്. വലഹും ഫിഹ മനാഫിഉ വ മശാരിബു അഫലാ യഷ്കുറൂൻ, അവയിൽ ഒരുപാട് ഉപയോഗങ്ങളുണ്ട്, ഒരുപാട് പ്രയോജനങ്ങളുണ്ട്. നോക്കൂ നിങ്ങൾ, സാധാരണ നമ്മൾ കന്നുകാലി വർഗ്ഗങ്ങളെ വളർത്തുമ്പോൾ അവയിൽ ഒരുപാട് പ്രയോജനങ്ങൾ നമുക്ക് കിട്ടുന്നില്ലേ? അവയുടെ മാംസം, അവയിൽ നിന്ന് പാല് കിട്ടുന്നുണ്ട്, അവയുടെ തൊലി ഉപയോഗപ്പെടുത്തുന്നുണ്ട്, അവയുടെ രോമം, അവയുടെ ചാണകം, അവയുടെ എല്ല് എല്ലാം ഉപയോഗപ്പെടുന്നുണ്ട്. അപ്പോൾ ആ കന്നുകാലി വർഗത്തിനെ എല്ലാ തരത്തിലും മനുഷ്യന് ഉപയോഗപ്പെടുത്താൻ കഴിയുന്നു. അപ്പോൾ മഷാരിബു, അതിൽ നിന്ന് പാനീയവും കിട്ടുന്നു. പാനീയം കിട്ടുക എന്ന് പറയുമ്പോഴേ, കന്നുകാലി വർഗത്തിൽ നിന്നൊക്കെ നമ്മൾ പാലെടുക്കുന്ന സമയത്ത് എത്ര ശുദ്ധമായ ഒരു പാനീയമാണെന്ന് ആലോചിച്ച് നോക്കൂ. എത്ര ശുദ്ധമായ ഒരു പാനീയമാണ്. ഇനി ആ പാനീയം എങ്ങനെയാണ് നമുക്ക് ലഭിക്കുന്നത്? അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞു, ചാണകത്തിൻ്റെയും രക്തത്തിൻ്റെയും ഇടയിലൂടെ അതിനെ അള്ളാഹു നമുക്ക് നൽകുന്നു. യാതൊരു കലർപ്പുമില്ലാത്ത, യാതൊരു രോഗാണുക്കളുമില്ലാത്ത ശുദ്ധമായ ഒരു പാനീയം. അത് വരുന്നത് നോക്കുകയാണെങ്കിൽ ചാണകത്തിൻ്റെയും രക്തത്തിൻ്റെയും ഇടയിൽ നിന്നാണ്. എന്നിട്ട് അതിൻ്റെ രണ്ടിൻ്റെയും ഗുണമല്ല അതിനുള്ളത്, ശുദ്ധമായ രുചികരമായ ഒരു പാനീയം. അത് ആ മൃഗങ്ങളിലൂടെ അള്ളാഹു നൽകുന്നു. അഫലാ യഷ്കുറൂൻ, എന്നിട്ട് അവർ ഇതൊക്കെ കണ്ടിട്ട് നന്ദി കാണിക്കേണ്ടേ, അല്ലെങ്കിൽ നന്ദി കാണിക്കുന്നില്ലേ? അവർ നന്ദി കാണിക്കേണ്ടവരല്ലേ? ഇത്രയും സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തിട്ട് അതിനെക്കുറിച്ച് ചിന്തിച്ച്, അല്ലെങ്കിൽ അത് മനസ്സിലാക്കിയിട്ട് ആളുകൾ അള്ളാഹുവിന് ശുക്ർ ചെയ്യേണ്ടവരല്ലേ? ഇതാണ് അള്ളാഹു അവിടെ ചോദിക്കുന്നത്. ഇനി നമുക്ക് ഈ ആയത്തുകളിൽ വന്ന പാരായണ നിയമങ്ങൾ നോക്കാം. അവലം യറൗ അന്ന, നൂൻ്റെ ശബ്ദം മണിക്കുക, ഖലഖ്ന, ഖാഫിന് സുക്കൂന് കൽക്കലത്തിൻ്റെ അക്ഷരമാണ്, എടുത്ത് പറയണം, വെളിവാക്കി പറയണം ആ സുക്കൂനുള്ള ഖാഫിനെ. ഖലഖ്ന ലഹും മിമ്മ, അവിടെ ലഹും എന്നുള്ളതിൻ്റെ അവസാനത്തിലൊരു സുക്കൂനുള്ള മീമുണ്ട്,
ശേഷം മിമ്മ എന്നുള്ളതിൻ്റെ തുടക്കത്തിൽ ഹർക്കത്തുള്ള മീം, ആ രണ്ട് മീമുകളൂടെ ചേർത്ത് ഷദ്ദുള്ള ഒരൊറ്റ മീമായിട്ട് പറയാം. അപ്പോൾ ലഹും മിമ്മ. ഇനി മിമ്മ എന്നുള്ളിടത്ത് ആ ഉമ്മ എന്നുള്ള ആ ഒരു മീമും മണിക്കലോട് കൂടി പറയുക, കാരണം അതിനും ഷദ്ദുണ്ട്. അമിലത്ത് ഐദീന, ഐദീന എന്നുള്ളതിൻ്റെ അവസാനത്തിലൊരു നീട്ടലാണ്. അതിനുശേഷം അൻആമൻ എന്നുള്ളതിൻ്റെ തുടക്കത്തിൽ ഹംസയാണ്. അപ്പോൾ നീട്ടലിന് ശേഷം ഹംസ വന്നു വ്യത്യസ്ത പദങ്ങളിലാണ്. ഐദീന എന്നുള്ള പദത്തിൻ്റെ അവസാനത്തിലാണ് നീട്ടൽ, അൻആമൻ എന്നുള്ളതിൻ്റെ തുടക്കത്തിലാണ് ഹംസ. മദ്ദും ഹംസയും അടുത്തടുത്താണെങ്കിലും വ്യത്യസ്ത പദങ്ങളിൽ 4-5 ഹർക്കത്തിൻ്റെ ദൈർഘ്യം നീട്ടാൻ അനുവാദമുണ്ട്, നിർബന്ധമല്ല. മദ് മുൻഫസിൽ. അപ്പോൾ ഐദീന അൻആമൻ. അൻആമൻ എന്ന് പറയുമ്പോൾ ഐനിൻ്റെ മുമ്പ് സുക്കൂനിലെ നൂന് വന്നു, ഇൽഹാർ ചെയ്യണം, ആ നൂനിനെ വെളിവാക്കി പറയണം, എൻ എന്നുള്ള ശബ്ദം പുറത്തേക്ക് കേൾക്കണം. അൻആമൻ. അൻആമൻ എന്നുള്ളതിൻ്റെ അവസാനത്തിൽ തെൻവീനാണ്, ശേഷം ഫ ആണ്. ഫാഇൻ്റെ മുമ്പ് തെൻവീന് വന്നാൽ ആ തെൻവീനെ ഇഖ്ഫാ ചെയ്യുക, മറച്ചു വെച്ചുകൊണ്ട് മണിക്കുക, അല്ലെങ്കിൽ അവ്യക്തമാക്കി മണിക്കുക. അപ്പോൾ അൻആമ ഫഹും, അൻആമ ഫഹും, ഫഹും ലഹ മാലിക്കൂൻ, അവസാനത്തെ നൂന് സുക്കൂന്, തൊട്ട് മുമ്പുള്ള നീട്ടൽ 6 ഹർക്കത്തിൻ്റെ ദൈർഘ്യം വരെ ആവാം. വദല്ലൽനാഹ ലഹും ഫമിൻഹ, അവിടെ നൂനിന് സുക്കൂനുണ്ട്, അത് ഇൽഹാർ ചെയ്യുക, കാരണം ഹാഇൻ്റെ മുമ്പാണ്. വ്യക്തമാക്കി പറയുക, വെളിവാക്കി പറയാം. റക്കൂബുഹും വമിൻഹ, ആ നൂനെയും ഇൽഹാറോടുകൂടി പറയുക, കാരണം അത് ഹാഇൻ്റെ മുമ്പാണ്. യകുലൂൻ, അവസാനത്തെ നൂന് സുക്കൂന്, തൊട്ട് മുമ്പുള്ള നീട്ടൽ 6 ഹർക്കത്തിൻ്റെ ദൈർഘ്യം വരെ ആവാം. വലഹും ഫീഹ മനാഫിഉ വ മഷാരിബു, അവിടെ റാഇന് കിസ്റായതുകൊണ്ട് രീ എന്നുള്ള ഉച്ചാരണം അവിടെ കൊടുക്കുക. വ മഷാരിബു, അവിടെ ഒരു സിലി കാണാം. പാരായണം നിർത്താം, നിർത്താതെയും ഓതാം. നിർത്താതെ ഓതലാണ് ഏറ്റവും നല്ലത്. നിർത്തുകയാണെങ്കിൽ മഷാരിബ് എന്ന് പറഞ്ഞിട്ട് ബാഇന് സുക്കൂനിട്ടിട്ട് നിർത്തണം. അങ്ങനെ നിർത്തുമ്പോൾ ബാഇന് സുക്കൂനിടുക എന്ന് പറഞ്ഞാൽ കൽക്കലത്തിൻ്റെ അക്ഷരമായിട്ട് വരും. അപ്പോൾ അത് കുറച്ച് വെളിവാക്കി പറയണം. മഷാരിബ്, ബ് എന്നുള്ള ശബ്ദം പുറത്തേക്ക് കേൾക്കുന്ന രൂപത്തിൽ. ഇനി അവിടെ നിർത്താതെ ഓതുകയാണെങ്കിൽ അവിടെ എഴുതിയ പോലെ തന്നെ മഷാരിബു അഫല എന്നുള്ള രൂപത്തിൽ ഓതിപ്പോയാൽ മതി. അഫല യഷ്കുറൂൻ, അവസാനത്തെ നൂന് സുക്കൂന്, തൊട്ട് മുമ്പുള്ള നീട്ടൽ 6 ഹർക്കത്തിൻ്റെ ദൈർഘ്യം വരെ ആവാം. നമുക്ക് ഈ 3 ആയത്തുകളൊന്ന് പാരായണം ചെയ്യാം, ശേഷം ഗ്രാമർ നോക്കാം. അഊസു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. അവലം യറൗ അന്നാ ഖലഖനാ ലഹും മിമ്മാ അമിലത് ഐദീനാ അൻആമൻ ഫഹും ലഹാ മാലികൂൻ. വസല്ലൽനാഹാ ലഹും ഫമിൻഹാ റകൂബുഹും വമിൻഹാ യഅകുലൂൻ. വലഹും ഫീഹാ മനാഫിഉ വമശാരിബു അഫലാ യഷ്കുറൂൻ. ഗ്രാമർ നോക്കുകയാണെങ്കിൽ അവലം യറൗ, റഅ എന്നുള്ള മാദിയായ പദത്തെ മുലാരിയാക്കിയപ്പോൾ യറ എന്നായി, അതിനെ ബഹുവചനാക്കിയപ്പോൾ യറൗന എന്നായി. യറൗന എന്നുള്ളതിന് മുമ്പിൽ ലം ചേരുമ്പോൾ, ഏതൊരു മുലാരിയായിട്ടുള്ള ക്രിയയുടെ മുമ്പിലും ലം വന്നു കഴിഞ്ഞാൽ ആ മുലാരിയായിട്ടുള്ള ക്രിയക്ക് ജസ്മ് കിട്ടുമെന്നാണ് പറയുക. സാധാരണ സുക്കൂന് കൊണ്ടാണ് സൂചിപ്പിക്കുക. ഇപ്പോൾ യക്തുബു എന്നുള്ളതിൻ്റെ മുമ്പിൽ ലം വന്നാൽ ലം യക്തുബ് എന്നാണ് ആവുക. പക്ഷേ യറൗന പോലെയുള്ള പദങ്ങളൊക്കെ വരുമ്പോൾ അതിൻ്റെ അവസാനത്തെ നൂനെ കളയുക ചെയ്യുക. അങ്ങനെയാണ് ജസ്മിനെ കാണിക്കുക. അപ്പോൾ ലം യറൗന എന്ന് പറയില്ല, ലം യറൗ. എന്തുകൊണ്ട് നൂനെ കളഞ്ഞു? ലം വന്നതുകൊണ്ട് ജസ്മ് കൊടുക്കാൻ വേണ്ടി, യറൗന എന്നുള്ളതിന് ജസ്മ് കൊടുക്കാൻ വേണ്ടി നൂനെ കളഞ്ഞു. അന്ന ഖലഖ്ന, ഖലഖ എന്നുള്ള മാദിയായ പദത്തിൻ്റെ കൂടെ അവസാനത്തിൽ നാ എന്ന് ചേരുമ്പോൾ നാം സൃഷ്ടിച്ചു എന്നാവും. അതേസമയത്ത് മുലാരിയാണെങ്കിൽ തുടക്കത്തിലാണ് നാം എന്നുള്ള പദം വരിക. അതായത് നാം സൃഷ്ടിക്കുന്നു എന്ന് പറയണമെങ്കിൽ നഖ്ലുഖു, ഖലഖ യഖ്ലുഖു നഖ്ലുഖു, തുടക്കത്തിലാണ് മാറ്റം വരിക. മാദിയുടെ അവസാനത്തിൽ കൊണ്ടുപോയിട്ടാണ് നാ എന്നുള്ളതിനെ ചേർക്കുക, നാം സൃഷ്ടിച്ചു എന്നർത്ഥം കിട്ടാൻ വേണ്ടി. ലഹും മിമ്മ അമിലത്ത്, എന്തുകൊണ്ട് അമില എന്നുപയോഗിക്കാതെ അമിലത്ത്, പ്രവർത്തിച്ചു എന്നുള്ളത് പറഞ്ഞപ്പോൾ സ്ത്രീലിംഗ പദാക്കി. എന്താണ് പ്രവർത്തിച്ചത്? ഐദീന, നമ്മുടെ കൈകൾ. അപ്പോൾ ഈ കൈകൾ എന്നുള്ള പദം സ്ത്രീലിംഗമാണ്. നമ്മുടെ ശരീരത്തിലുള്ള ഇരട്ടയായിട്ടുള്ള അവയവങ്ങളൊക്കെ സ്ത്രീലിംഗമായിട്ടാണ് പരിഗണിക്കുക. അപ്പോൾ ഐദ്, കൈകൾ എന്ന് പറയുമ്പോൾ 2 കൈകളുണ്ടല്ലോ, ഇരട്ടയായിട്ടുള്ള അവയവമാണ്, അതുകൊണ്ട് അത് സ്ത്രീലിംഗമാണ്. അതുകൊണ്ട് തന്നെ ആ സ്ത്രീലിംഗ പദത്തെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് അമില വന്നത്. അവിടെ അമില എന്നുള്ളത് അമിലത്ത് എന്നാക്കണം. ആ ഐദീന, ഐദ് എന്നുള്ളത് സ്ത്രീലിംഗം ആയതുകൊണ്ട് അമില എന്നുള്ളതിനെ സ്ത്രീലിംഗാക്കി അമിലത്ത് എന്നാക്കി. അപ്പോൾ ആ കൈകളാണ് അവിടെ ഫാഇൽ, സബ്ജക്റ്റ് അല്ലെങ്കിൽ കർത്താവ്. ഇനി ഖലഖ്ന, നാം സൃഷ്ടിച്ചു എന്ന് പറയില്ലേ, എന്തിനെയാണ് സൃഷ്ടിച്ചത്? അൻആമൻ, കന്നുകാലികളെ. അപ്പോൾ അത് മഫ്ഊലും ബിഹിയാണ്, ഒബ്ജക്റ്റാണ്, കർമ്മാണ്. അതുകൊണ്ടാണ് അൻആമൻ നെസ്ബ് കിട്ടിയ രൂപത്തിൽ എഴുതിയത്. ആ അവസാനത്തിൽ ഫതഹ് തൻവീൻ ഇട്ടത് നെസ്ബിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഫഹും ലഹ മാലിക്കൂൻ. ഇത്രയും കാര്യങ്ങളാണ് ഈ ആയത്തുകളിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അള്ളാഹു പരിശുദ്ധ ഖുർആൻ ഏറ്റവും നല്ല രൂപത്തിൽ പഠിക്കുവാനും
അവ ജീവിതത്തിൽ പകർത്തുവാനും കഴിവിൻ്റെ പരമാവധി മറ്റുള്ള ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുവാനുമുള്ള സന്മനസ്സും തൗഫീക്കും സൗഭാഗ്യവും നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. വാഹൃദവാൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.